ഇരിങ്ങാലക്കുട കുഴൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേത്രത്തിലേക്ക് അങ്ങ് പോകാം. അതാണ് കേട്ടോ ഞാൻ ഇപ്പൊ പറഞ്ഞത്. എല്ലാവർക്കും സ്വാഗതം. വേഗം വാ എന്നൊക്കെ എന്തോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമായില്ലേക്കോ ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരതനായിട്ട് സമർപ്പിച്ച ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇരിങ്ങാലക്കുടയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ശ്രീ കുടൽമാണിക്യം ഭരതൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. അവിടെ വനവാസം കഴിഞ്ഞു വരുന്ന ശ്രീരാമനെ കാണാനായിട്ട് പ്രസന്നഭാവത്തിൽ നിൽക്കുന്ന ഭരതനാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. പ്രധാന പ്രതിഷ്ഠ സംഗമേശ്വരന് മറ്റുള്ള ഉപദേവതകളൊന്നും ഇവിടെ ഇല്ല. അതുപോലെ തന്നെ അഭിഷേകമോ നിവേദ്യമോ ഒന്നുമില്ല. കേരളത്തിലെ ദീപാരാധന ഇല്ലാത്ത ഏക ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ചന്ദനം തിരിയോ കർപ്പൂരമോ ഉപയോഗിക്കാറില്ല. ഇവിടെ തീർത്ഥകുളത്തിന് ഗംഗാ സാന്നിധ്യം ഉണ്ടെന്നാണ് കേട്ടോ വിശ്വസിക്കപ്പെടുന്നത്. ഇവിടുത്തെ ചുമർ ചിത്രങ്ങളൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ വ്യക്തമായിട്ട് കാണുന്നത്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സമയത്താണ് ഞങ്ങൾ വന്നത്. രാവിലെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് കാണാനൊക്കെ ആയിട്ട് നിന്ന് കാണാനായിട്ടൊക്കെ സാധിച്ചു കേട്ടോ. പിന്നെ ഇവിടെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഉദരരോഗ നിവാരണത്തിനായിട്ട് വഴുതിനിങ്ങയില്ലേ അതാണ് കേട്ടോ. ശ്വാസകോശ സംബന്ധം അസുഖങ്ങൾക്ക് ഇവിടെ മീനൂട്ടും വഴിപാടായിട്ട് നടത്താറുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭരതന്റെ സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണെങ്കിലും ഇതിവിടെ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെതാണ് പ്രതിഷ്ഠ കേട്ടോ. പിന്നെ ശംഖും ചക്രവും കോദണ്ഡവും അഭയമുദ്രയും ധരിച്ചിരിക്കുന്നു. കിഴക്കോട്ടാണ് ദർശനമുള്ളത് കേട്ടോ. അപ്പൊ അത്രയും വിശേഷപ്പെട്ടതാണ്. ഇതാണ് തീർത്ഥകുളം. ഇവിടെ ഗംഗയുടെ സാന്നിധ്യമുണ്ടെന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇവിടെ മീനൂട്ട് കഴിക്കുന്നതാണ് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് നിവാരണത്തിനായിട്ടാണ് ഇവിടെ മീനൂട്ട് നടത്തപ്പെടുന്നത് കേട്ടോ. ശാന്തമായിട്ടുള്ള ഒരു ഗംഗയുടെ സാന്നിധ്യമാണ് കേട്ടോ ഇവിടെ അനുഭവപ്പെടുന്നത്. ഗംഗാ സാന്നിധ്യമുള്ള ഒരു തീർത്ഥകുളം എത്ര നോക്കി കണ്ടാലും മതിയാവില്ല. അതുപോലെ തന്നെ ഒരുപാട് പ്രാവുകളും മീനുകളും എല്ലാം ധാരാളമായിട്ട് ഇവിടെയുണ്ട്. അപ്പം കുറച്ച് നേരമൊക്കെ നമുക്ക് ഈ പ്രാവുകൾ ഇങ്ങനെ കുറുകി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ. അപ്പം മീനുകളെയൊക്കെ ഒത്തിരി നേരം നോക്കി നിന്നു. അത് ആ തീർത്ഥകുളത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, ഗംഗയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് ഇവിടെ നിന്നാൽ പോലും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത. അതെനിക്ക് ദക്ഷിണ വയ്ക്കുമ്പോഴേ എന്താ പറയുക ഭയങ്കര ഒരു ശാന്തതയാണ് കേട്ടോ. മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു പ്രത്യേകതയാണ്. നല്ലൊരു കാലാവസ്ഥയുള്ള സമയത്താണ് കേട്ടോ ഞങ്ങളിവിടെ തൊഴാനായിട്ട് എത്തിയത് തന്നെ. അപ്പോൾ ചുറ്റും പ്രദക്ഷിണയൊക്കെ വെച്ച് തിരിച്ചെത്തി വീണ്ടും മീനൂട്ട് നടത്തുന്ന അതേ തീർത്ഥകുളത്തിൻ്റെ അവിടെ തന്നെ എത്തി. പിന്നെ തിരിച്ച് ഞങ്ങൾ ഇറങ്ങായിട്ടോ. അമ്പലത്തിന് ചുറ്റും ഒന്ന് പ്രദക്ഷിണം ചെയ്തു. അതായത് ചുറ്റമ്പലവും നാലമ്പലവും കഴിഞ്ഞ് അമ്പലം പുറത്ത് നിന്ന് തന്നെ ഞങ്ങളൊന്ന് പ്രദക്ഷിണം ചെയ്തു. അത് നമ്മൾ അമ്പലത്തിലേക്ക് വല്ലപ്പോഴൊക്കെ അല്ലേ ഒന്ന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ
നമുക്കൊരു അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ടാട്ടോ നമുക്കറിയാം. ഇങ്ങനെയൊക്കെ ചുറ്റമ്പലം പ്രദക്ഷിണം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഗണപതി കോവിൽ കണ്ടു. അപ്പം ഞങ്ങൾ അവിടേക്ക് ഒന്ന് കയറി. അപ്പോൾ അതാ ഒരു നല്ല മിടുക്കനായിട്ടുള്ള ഒരാൾ അവിടെ അങ്ങനെ നിൽക്കുന്നത് അങ്ങ് കണ്ട്. ഇതിൻ്റെ ഒരു ഇത് കാണാൻ കണ്ടപ്പോൾ ഒന്നും കൂടെ ഒന്ന് വീഡിയോ എടുക്കാനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതാട്ടോ. ആ വീടും ആന നിൽക്കുന്ന ഇടവും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതയില്ലേ, ഒരു സൗന്ദര്യമാണല്ലോ അതിന് ആനയ്ക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ആനയെ കണ്ട പിന്നെ ആരാണ് അവിടെ നോക്കി നിൽക്കുക. പിന്നെ ഈ പൂവ് എന്താ പൂവിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഓടിപ്പാഞ്ഞെത്തി. ഈ ഫുഡ് കഴിക്കുന്നതാണല്ലോ നമുക്ക് മുഖ്യം. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വൃന്ദാവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കേട്ടോ അവിടെ കയറിയത്. അത്യാവശ്യം നല്ല മോശമായിട്ടുള്ള ഫുഡായിരുന്നു, ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നാലും പറയാണ്, അത് പറയുന്നത് കൊണ്ട് എനിക്ക് വിരോധമായിട്ട് തോന്നുന്നില്ല, കാരണം അത്രയും മോശമായിട്ടുള്ളതായിരുന്നു. എന്നാലും നമ്മൾ ഒരു പ്രസന്നതയല്ല നമ്മൾക്ക് കഴിച്ചു തീർക്കേണ്ടി വന്നു. അപ്പം നമ്മളങ്ങ് കഴിച്ച് ഒരു സുഖമില്ലാത്ത ഒരവസ്ഥയിൽ ഇരുന്നങ്ങ് കഴിച്ചങ്ങ് തീർത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഈ ഭയങ്കര ഹാർഡായിരുന്നു. നൂലപ്പാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഹാർഡായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും ഭക്ഷണം വിശക്കുമല്ലോ. നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെയാണല്ലോ എത്തുക. പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും, എനിക്ക് വിശക്കാറുണ്ട് കേട്ടോ. അതിന് അമ്പലത്തിൽ കയറിയാൽ പിന്നെ ഒരു മസാല ദോശ നിർബന്ധ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. എന്തെങ്കിലും ഒന്നും കഴിക്കാതെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നങ്ങ് കഴിച്ചു. നല്ലൊരു ക്ഷേത്ര ദർശനമായിരുന്നു കേട്ടോ. ഒരുപാട് വർഷങ്ങളായി ഇങ്ങനെ രാവിലെയൊക്കെ വന്ന് തൊഴുതിട്ട്. നമ്മൾ ഒരു ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് തിരക്കൊന്നുമില്ലാതെ നല്ലൊരു സമയത്ത് വന്ന് തൊഴാനും, പിന്നെ അതേപോലെ നട അടച്ചിരിക്കുന്ന സമയം കയറുമ്പോൾ നമുക്ക് നട തുറന്ന് നല്ല രീതിയിൽ തൊഴുത് ഇറങ്ങാനൊക്കെ നമുക്ക് സാധിച്ചു കേട്ടോ. അതുതന്നെ ഒരു വലിയൊരു കാര്യമാണ്. ചുറ്റും നടന്ന് എല്ലാവരുടെയും കണ്ടു, എല്ലാ റോഡും ഒക്കെ നമുക്ക് മനസ്സിലായി. അമ്പലം ഇങ്ങനെ ചുറ്റുമതിലിൻ്റെ അപ്പുറത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത്രയും ഹൈറ്റിലുള്ള നല്ല ഹൈറ്റാണ് അവിടുത്തെ മതിൽക്കെട്ടൊക്കെ നല്ല ഹൈറ്റാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകമല്ലേ. അപ്പോൾ അത് ഫുള്ള് നമ്മൾ ചുറ്റി നടന്ന് കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറേ ഓർമ്മകളുണ്ട്. നമ്മൾ ചെറുപ്പക്കാലത്തൊക്കെ ഞാൻ പോയത്, ഞാനിവിടെ ഈ കുടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് പോയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഓരോന്നൊക്കെ ചോദിച്ച് എന്താ പറയുക, അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് എടുത്താലും നമുക്ക് സ്വാദില്ല. അപ്പം നമുക്കത് കഴിച്ച് തീർക്കാണ്ട് പറ്റില്ല. അപ്പോൾ കഴിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമാണല്ലോ. വാങ്ങിച്ച് കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, അത് അങ്ങനെയാണ് കഴിച്ചത്. അങ്ങനെയുള്ള കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഒരു ഒത്തുകൂടലൊക്കെ ഉണ്ടായിരിക്കണത്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഓരോ വിശേഷങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോ സന്തോഷങ്ങളാണല്ലോ, ഓരോ സമയത്ത് ഓരോ സന്തോഷങ്ങളാണ്. അപ്പോൾ ക്ഷേത്ര ദർശനമാണ് ഞങ്ങളുടെ മുഖ്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും പുതിയ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നതും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പം ഇനി ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് മടങ്ങാണ്. അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.